ഈ കുറുവ മോഷ്ടാക്കളെ കുറിച്ച് വിശദാംശം നൽകുകയാണ് ആലുവ റൂറൽ SP വൈഭവ് സക്സേന. സാധ്യത ഉണ്ടോ? പക്ഷേ ഇപ്പോൾ ഡിറ്റക്റ്റ് ആയിട്ട് ശേഷം മാത്രം പറയാൻ പറ്റൂ. കാരണം ഈ കേസിൽ അറ്റംപ്റ്റ് മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ അത് നമുക്ക് എന്താ ശരിക്കും ഉദ്ദേശം എന്താ ഉണ്ടായിരുന്നു അത് നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റിട്ടില്ല. തെഫ്റ്റ് തന്നെ ആയിരിക്കും, അത് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ. രണ്ട് അറ്റംപ്റ്റ് ടു തെഫ്റ്റ് കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ പറവൂർ മാത്രമാണോ ഈ ജില്ലയിൽ? മൊത്തം മുഴുവൻ ജില്ലയിലെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചിട്ട് വളരെ ശക്തമായ രീതിയിൽ ഇപ്പോൾ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഈ മോഷണ ശ്രമങ്ങൾ നടന്നത് ഇപ്പം പറവൂർ മാത്രമാണല്ലോ അല്ലേ? പ്രത്യേകിച്ചും സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടോ? ആ സ്ക്വാഡിൽ എല്ലാ എക്സ്പേർട്ട്മാരും ഉണ്ടോ? നേരിട്ട് ഫെബ്രുവരി മാസത്തിൽ അജ്മീർ പോയിട്ട് നമ്മുടെ ടീം പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെക്കുറിച്ച് CCTV കേന്ദ്രീകരിച്ചിട്ട് അത് ഡിറ്റക്ഷൻ വന്നിരുന്നു. സോ നല്ല ഡിറ്റക്ഷൻ നമ്മുടെ ജില്ലയിൽ ഈ വർഷം കുറേ ഏകദേശം നല്ല ഡിറ്റക്ഷൻ ആയിരുന്നു. എല്ലാ ഗ്രേവ് ക്രൈംസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിരുന്നു. ഈ കേസും നമ്മൾ ഉടൻ തന്നെ ഡിറ്റക്ട് ചെയ്യും. സാർ, ഈ കള്ളന്മാരെ പിടിക്കാനായിട്ട് ജനങ്ങളുടെ ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്, രാത്രി പരിശോധന നടത്തും, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? അത് ജനങ്ങൾമാരെ സ്വന്തം ചെയ്യും. അത് പോലീസിൻ്റെ ഭാഗമായിട്ട് വേറെ പ്രത്യേകിച്ചും ഡയറക്ഷൻസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അവർ സ്വന്തം അവിടെ പര്യായ ഗുർഖ പദ്ധതി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വന്തം അവകാശമുണ്ട്. അത് പോലീസിന് ഒന്നും പറയാൻ പറ്റിട്ടില്ല. പോലീസിന്റെ പെട്രോളിംഗ് എങ്ങനെയാണ്? ശക്തമാക്കിയിട്ടുണ്ട് രാത്രി? പ്രത്യേകിച്ചും നൈറ്റ് പെട്രോളിംഗ് സ്കീമുണ്ട്, എല്ലാ ജില്ലയിലും ഉണ്ട്. ആ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ രീതിയിൽ പോലീസ് ഫുൾ ടൈം എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സ്, പിന്നെ അവർലി മണിക്കൂറുള്ള അവിടെ പ്രത്യേകിച്ചും ഒരു സ്കീമുണ്ട്. ആ സ്കീം നമ്മൾ പബ്ലിക്കിന് ഷെയർ ചെയ്യാൻ പറ്റിട്ടില്ല, മീഡിയയിൽ പറയാൻ പറ്റിട്ടില്ല. കൂടുതൽ ഫോഴ്സിന് നമ്മൾ അവിടെ വിന്യസിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ? സാർ, ഈ ആലപ്പുഴയിലും എറണാകുളത്തും കണ്ട CCTV ദൃശ്യങ്ങളിലുള്ള ഒരേ ആളുകളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. അത് ഞാൻ പറയാറുണ്ടോ, ഇത് ഏകദേശം ഇപ്പോൾ നിലവിൽ കുറേ കള്ളന്മാരെയുണ്ട്, സെയിം പദ്ധതിയുണ്ട്. അത് കുറുവ സംഘമാണോ കുറുവ സംഘമല്ല, അത് ഈ സമയത്ത് പറയാൻ ഒന്നും പറ്റിട്ടില്ല. അങ്ങനെ വേറെ പ്രത്യേകിച്ചും സൂചന ഒന്നുമില്ല. പക്ഷേ നമ്മൾ വളരെ ആസ് എ പ്രിക്കോഷണറി മെജർ പ്രത്യേകിച്ചും ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ടോ. ജനം വലിയ ഭയത്തിലാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? പൊതുജനത്തിനോട് എന്താണ് പറയാനുള്ളത്? ഇന്നലെ രാത്രി ഞാൻ നേരിട്ട് പോയിട്ട് എല്ലാ വീടുകൾ വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു, പബ്ലിക്മാരുടെ എല്ലാം സംസാരിച്ചു. പ്രത്യേകിച്ചും സംഘം രൂപീകരിച്ചിട്ടുണ്ടോ? അത് വേറെ എന്താ പറയണം. മുനമ്പം DYSP ലെവലിൻ്റെ ഓഫീസറിൻ്റെ കേരള നേതൃത്വത്തിൽ പ്രത്യേകിച്ചും ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഉടൻ തന്നെ പിടികൂടാൻ കഴിയും. അത് തീർച്ചയായിട്ടും, അതുകൊണ്ടാണോ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടോ. റൂറൽ SP വൈഭവ് സക്സേന സംസാരിക്കുകയായിരുന്നു. കുറുവ സംഘത്തെ കണ്ടെത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കഴിഞ്ഞു.